നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കണ്ണൂർ ആറളത്ത് ആദിവാസികൾ ഉയർത്തിവിട്ട സമര കൊടുങ്കാറ്റ് സർക്കാരിനെ ചുഴറ്റിയെറിഞ്ഞു. ആറളം ആദിവാസി പുനരധിവാസ മേഖലയിലെ വെള്ളിയെയും ഭാര്യ ലീലയെയും ആന ചവിട്ടിക്കൊന്ന വിവരം കാട്ടുതീ പോലെ പടർന്നതോടെ മലയോര ജനത കാടിളക്കി സമരം കടുപ്പിക്കുകയായിരുന്നു. സർക്കാരിനെ വിറപ്പിച്ചുകൊണ്ടായിരുന്നു ആറളത്ത് കഴിഞ്ഞ ദിവസം നടന്ന സമരം ശക്തമായത്. ആറളത്തെ പെൺപുലി ശ്യാമ ബബീഷിന്റെ ചോദ്യങ്ങൾ സർക്കാരിനെ വിറപ്പിച്ചു. ജനക്കൂട്ടം റോഡിലേക്കിറങ്ങി ഉപരോധം ശക്തമാക്കി. വിഷയം കൈവിട്ടു പോയപ്പോൾ തണുപ്പിക്കാൻ പാഞ്ഞെത്തിയ CPM ജില്ലാ സെക്രട്ടറി MV ജയരാജന്റെ കഴുത്തിന് കയറി പിടിച്ചു ആദിവാസികൾ. ജയരാജന് നേരെ കയ്യേറ്റ ശ്രമമുണ്ടായതോടെ ഇവിടേക്ക് വരാൻ പോലും ഭയപ്പെട്ട് വനം മന്ത്രി ശശീന്ദ്രൻ മുങ്ങി. രാഷ്ട്രീയക്കാർ ആരും പ്രശ്നത്തിൽ ഇടപെടേണ്ട എന്നും ഒരു നേതാവും പാർട്ടിയും വരേണ്ട എന്നും പറഞ്ഞായിരുന്നു പ്രതിഷേധം. ഞങ്ങൾ നിങ്ങൾക്കൊപ്പമാണെന്നും ഞങ്ങളും തടയാനുണ്ട് എന്ന് ജയരാജൻ പറഞ്ഞുവെങ്കിലും നിങ്ങളുടെ ആവശ്യമില്ലെന്ന് ജനക്കൂട്ടം കയർത്തു. ഒടുവിൽ ജയരാജനും കൂടെയുണ്ടായിരുന്ന CPMകാരും ജീവനും കൊണ്ടോടി. പിണറായി സർക്കാരിനെ ചൂണ്ടുവിരലിൽ നിർത്തുകയാണ് സമരക്കാർ. സെക്രട്ടേറിയറ്റിൽ സ്ത്രീകൾ സമരം കത്തിജ്വലിപ്പിക്കുന്നു. മലയോര മേഖലയിലാകട്ടെ ജനങ്ങൾ സമരമുഖത്ത്. അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ തീച്ചൂളയിൽ CPM. ആറളത്തെ ജനങ്ങൾ പൊറുതിമുട്ടിയാണ് ഇപ്പോൾ സമരമുഖത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത്. കാട്ടാനക്കലിയിൽ 14ഓളം ജീവനാണ് പൊലിഞ്ഞിരിക്കുന്നത്. അതിൽ 10ഉം ആദിവാസി പുനരധിവാസ മേഖലയിലാണ് ജീവൻ പൊലിഞ്ഞിരിക്കുന്നത്. ഇനിയും സഹിക്കാൻ കഴിയില്ല എന്ന് അവിടുത്തെ ജനങ്ങൾ പറയുകയാണ്. ഇത് മാത്രമല്ല, പുനരധിവാസ മേഖലയിൽ ആദിവാസികൾക്ക് വേണ്ടി നിരവധി വീടുകളാണ് പണിതിരിക്കുന്നത്. എന്നാൽ അവിടെയൊന്നും കയറി താമസിക്കാൻ പോലും ഈ പാവങ്ങൾക്ക് കഴിയുന്നില്ല. ആനയെ പേടിച്ച് ആ വീടുകളിലേക്ക് പോകാൻ പറ്റാത്ത ഗതികേടിലാണ് ആറളത്തെ ആദിവാസികൾ ഉള്ളത്. ജനങ്ങളെ പേടിച്ച് മാളത്തിലൊളിച്ച മന്ത്രി ശശീന്ദ്രനെ സമരമുഖത്തെത്തിച്ചു പ്രതിഷേധക്കാർ. മൃതദേഹങ്ങളുമായി എത്തിയ ആംബുലൻസ് പൊരിവെയിലത്ത് നടുറോഡിൽ തടഞ്ഞിട്ട് വനം മന്ത്രി വന്നെങ്കിൽ മാത്രമേ അനക്കാൻ കഴിയൂ എന്ന് സ്ത്രീകൾ കട്ടായം പറഞ്ഞു. ഒടുവിൽ ജനക്കൂട്ടത്തിന്റെ രോഷത്തിന് വഴങ്ങി വലിയ സുരക്ഷാ സന്നാഹത്തോടെ മന്ത്രിയെത്തി. സമരക്കാരെ തണുപ്പിക്കാൻ ശശീന്ദ്രൻ നിന്ന് വിളറി വെളുത്തു. വനം മന്ത്രി തീരുമാനങ്ങൾ പ്രഖ്യാപിച്ചുവെങ്കിലും ചോദ്യങ്ങൾ ചോദിച്ചും ശശീന്ദ്രന് നേരെ വിരൽ ചൂണ്ടിയും തങ്ങളുടെ സങ്കടങ്ങൾ തുറന്നടിച്ചും പുനരധിവാസ മേഖലയിലെ ആദിവാസികൾ അധികൃതരെ വിചാരണ ചെയ്തു. മന്ത്രി ശശീന്ദ്രന്റെ അനുനയത്തിലാണ് പ്രതിഷേധക്കാരെ തിരിച്ചയക്കാൻ കഴിഞ്ഞത്. മലയോര മേഖലയിലേക്കെങ്ങാൻ പിണറായിയുടെ തലവെട്ടം കണ്ടാൽ ജനം കൊടുവാളെടുക്കും. അല്ലെങ്കിലും സമരക്കാരെ പേടിച്ച് സെക്രട്ടേറിയറ്റിന് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണ് പിണറായി വിജയൻ ഇപ്പോൾ. ആന കൊല്ലുമ്പോൾ മാത്രമാണ് നേതാക്കൾ എത്തുന്നത് എന്നായിരുന്നു ആറളത്തുയർന്ന മുദ്രാവാക്യം. മന്ത്രിയെ ഉത്തരം മുട്ടിച്ച് ആദിവാസി സ്ത്രീ ശ്യാമ ബബീഷ്. ആറളം ഫാം 7ാം ബ്ലോക്കിലെ റേഷൻ കട ജീവനക്കാരിയാണ് ശ്യാമ ബബീഷ്. ആനമതിൽ എത്ര കാലം കൊണ്ട് പൂർത്തിയാക്കും എന്നതായിരുന്നു നിങ്ങളുടെ പ്രഖ്യാപനമെന്ന് PK ശ്രുതിയുടെ ആദ്യ ചോദ്യം വന്നു. വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ ഇനി ആരും കൊല്ലപ്പെടില്ലെന്ന് മന്ത്രി എഴുതി ഒപ്പിട്ട് നൽകണമെന്നായിരുന്നു മറ്റൊരാവശ്യം. ആനമതിൽ നിർമ്മാണം അഴിമതിക്കാരെ ഏൽപ്പിക്കരുതെന്ന് ശ്യാമ ബബീഷ് പറഞ്ഞു. ആനമതിൽ പൂർത്തിയാക്കിയിരുന്നുവെങ്കിൽ ശവശരീരങ്ങൾ തടഞ്ഞിട്ട് മന്ത്രിയെ വരുത്തേണ്ടി വരില്ലായിരുന്നുവെന്നും ശ്യാമ പറഞ്ഞപ്പോൾ ജനങ്ങൾ ആരവം മുഴക്കുകയായിരുന്നു. ഒരു പന്നി എവിടെയെങ്കിലും ചത്തുകിടന്നാൽ DFOയുടെയും RRTയുടെയും 2ഉം 3ഉം വണ്ടി എത്തി പോസ്റ്റ്മോർട്ടം നടത്തി അതിനെ കുഴിച്ചിടുന്നു. അടുത്ത വീടുകളിലെ ചമ്മന്തി അരച്ചു വെച്ച ചട്ടി വരെ പൊക്കി നോക്കും, കൊണ്ടുപോകും. എന്നാൽ 2 മനുഷ്യജീവൻ ഇവിടെ ആനയുടെ ആക്രമണത്തിൽ ചത്തുകിടന്നിട്ടും ഒരുത്തനും തിരിഞ്ഞു നോക്കിയില്ലെന്ന് ശ്യാമ കുറ്റപ്പെടുത്തി. ആദിവാസികൾക്ക് തുച്ഛമായ വേതനത്തിന് നൽകുന്ന കാടുവെട്ട് തൊഴിൽ പോലും 10,000-നും ലക്ഷത്തിനും കരാറുകാരന് നൽകി കൊള്ളയടിക്കുകയാണ്. ഇതൊക്കെ കൊല്ലങ്ങളായി തങ്ങളുടെ മനസ്സിൽ കിടന്ന് നീറുന്ന യാഥാർത്ഥ്യങ്ങളാണ്. അതുകൊണ്ടാണ് മണിക്കൂറുകളായി മൃതദേഹവും വെച്ച് ഇവിടെ പ്രതിഷേധവുമായി തടിച്ചുകൂടിയിരിക്കുന്നത്. രാത്രി മുതൽ പോലീസുകാരും മറ്റും ഇവിടെ കഷ്ടപ്പെടുന്നത് ഞങ്ങൾ കാണുന്നുണ്ട്. എന്നാൽ ഞങ്ങളും മനുഷ്യരാണ്. ഞങ്ങൾ ആദിവാസികളുടെ കാര്യം പറയാൻ ആരുമില്ലെന്ന അവസ്ഥയിലാണ് ഇതെല്ലാം തുറന്നു പറയുന്നതെന്നും ശ്യാമ ബബീഷ് മന്ത്രിയുടെ മുന്നിൽ പറഞ്ഞു. കൂടെ നിന്നവർ ഓരോ വാക്കിലും നിർത്താതെ കൈയടിക്കുകയായിരുന്നു ഈ സമയങ്ങളിലെല്ലാം. ഒരു വേള ഇതെല്ലാം കേട്ട് മന്ത്രിക്കും തല താഴ്ത്തി നിൽക്കേണ്ടി വന്നു. കൂടുതൽ സംസാരിക്കാതെ പറഞ്ഞ കാര്യങ്ങൾ അതിന്റെ സത്തയിൽ നടപ്പാക്കിയാണ് ശീലം.
സഹോദരി പറഞ്ഞ വാക്കുകൾ പൂർണ്ണ അർത്ഥത്തിൽ ഉൾക്കൊള്ളുന്നു. നിങ്ങളിൽ ഒരുവനായി എന്നെയും കരുതുക. നിങ്ങൾക്ക് അർഹതപ്പെട്ടത് നഷ്ടപ്പെടുത്തിയവർക്കെതിരെ നടപടിയുണ്ടായിരിക്കുമെന്ന് മന്ത്രി ഉറപ്പുകൊടുത്തു. 13-ാം ബ്ലോക്കിലെ PK ശ്രുതിയും കാര്യങ്ങൾ മന്ത്രിക്ക് മുന്നിൽ വെട്ടിത്തുറന്ന് പറയുകയായിരുന്നു. ആറളത്ത് നടന്നത് നിസ്സാര സമരമൊന്നുമല്ല, സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന കനത്ത പ്രതിഷേധം തന്നെയായിരുന്നു. ഞായറാഴ്ച രാത്രി ഉണ്ടായ സംഘർഷത്തിന്റെ തുടർച്ചയായി ആദ്യ സംഘർഷമുണ്ടായത് 11 മണിയോടെയാണ്. പ്രദേശത്തെത്തിയ വനപാലക സംഘത്തെയാണ് നാട്ടുകാർ ഓടിച്ചുവിട്ടത്. നഷ്ടപരിഹാരം നൽകുന്നതുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്കാണ് 2 വാച്ചർമാർ സ്ഥലത്തെത്തിയത്. ആന ചവിട്ടിക്കൊന്ന വെള്ളിയുടെയും ലീലയുടെയും മറ്റു 2 പേരുടെയും തിരിച്ചറിയൽ കാർഡുകൾ വേണമെന്നായിരുന്നു ഇവരുടെ ആവശ്യം. ഇവരെ കണ്ട ഉടനെ രോഷാകുലരായ പ്രദേശവാസികൾ ഓടിക്കുകയായിരുന്നു. ഫാമിനോട് ചേർന്ന മേഖലയിൽ തീ പടരുന്നതറിഞ്ഞെത്തിയ അഗ്നിരക്ഷാ സേനാ സംഘത്തെ 1:25-ന് 13-ാം ബ്ലോക്കിലെ അങ്കണവാടിക്ക് മുന്നിൽ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള നാട്ടുകാർ തടഞ്ഞു. കല്ലും മരങ്ങളും ഇട്ട് വഴി തടസ്സപ്പെടുത്തുകയും മുദ്രാവാക്യം വിളികളുമായി റോഡ് ഉപരോധിക്കുകയും ചെയ്തതോടെ അഗ്നിരക്ഷാ സേന തിരിച്ചുപോയി. ഇതിനു പിന്നാലെ കൊല്ലപ്പെട്ട ദമ്പതിമാരുടെ മകൾ ലക്ഷ്മിയുടെ ഉൾപ്പെടെയുള്ള വീടുകളിലേക്കുള്ള റോഡിൽ മുഴുവൻ കല്ലും മരങ്ങളും നിരത്തി ജനക്കൂട്ടം ഉപരോധിക്കാൻ തുടങ്ങി. ആംബുലൻസുകൾ തടഞ്ഞുള്ള പ്രതിഷേധം കനത്തതോടെ പോലീസ് ബലപ്രയോഗത്തിന് നീക്കം തുടങ്ങിയതോടെ ജനക്കൂട്ടവും ചെറുത്തു. പലതവണയായി പോലീസ് ബലപ്രയോഗത്തിന് ശ്രമിച്ചുവെങ്കിലും പ്രതിഷേധം പിടിവിടുന്നുവെന്ന് കണ്ട് 3 മണിയോടെ ആംബുലൻസുകൾക്ക് സമീപത്തു നിന്ന് പിന്മാറുകയായിരുന്നു. KPCC പ്രസിഡന്റ് K. സുധാകരൻ MP എത്തിയപ്പോഴേക്കും രാഷ്ട്രീയക്കാർ വരേണ്ട എന്ന മുദ്രാവാക്യം വിളികൾ ഉയർന്നു. താൻ രാഷ്ട്രീയക്കാരനായല്ല വന്നതെന്ന് പറഞ്ഞ് അല്പനേരം നിന്ന സുധാകരൻ ആംബുലൻസുകൾക്കുള്ളിൽ കയറിയാണ് മൃതദേഹങ്ങൾ കണ്ട് അന്തിമോപചാരം അർപ്പിച്ചത്. ജനങ്ങളുടെ പ്രതിഷേധത്തെ തുടർന്ന് എന്തായാലും വനം മന്ത്രിക്ക് ഇപ്പോൾ മുട്ടുമടക്കേണ്ടി വന്നിട്ടുണ്ട്. അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ താൻ തയ്യാറാണ് എന്ന് മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. ആനമതിൽ നിർമ്മാണത്തിനായി അലൈൻമെന്റിൽ ഉൾപ്പെട്ട പ്രദേശങ്ങളിൽ മരങ്ങൾ മുറിച്ചു നീക്കുന്നതിന് ബന്ധപ്പെട്ട വകുപ്പിന് തന്നെ നടപടി സ്വീകരിക്കാവുന്നതാണെന്ന് മന്ത്രി സർവകക്ഷി യോഗത്തിൽ പറഞ്ഞു. വനം വകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട അനുമതികളെല്ലാം നൽകിയതാണ്. ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവിറക്കുമെന്നും മന്ത്രി പറഞ്ഞു. ആനമതിൽ പൂർത്തിയാകും വരെ ചില പ്രദേശങ്ങളിൽ സോളാർ തൂക്കുവേലി നിർമ്മിക്കും. ഇതിനാവശ്യമായ തുക കളക്ടർ ജില്ലാ ദുരന്ത നിവാരണ സമിതി ഫണ്ടിൽ നിന്ന് അനുവദിക്കും. ടെൻഡർ വിളിച്ചാലുള്ള കാലതാമസം കണക്കിലെടുത്ത് കളക്ടറുടെ പ്രത്യേക അധികാരം ഉപയോഗിച്ച് ക്വട്ടേഷൻ വ്യവസ്ഥയിൽ കാര്യക്ഷമതയുള്ള കരാറുകാരെ ഉപയോഗിച്ച് പ്രവൃത്തി നടത്താമെന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ട്. ആനമതിൽ നിർമ്മാണം ആഴ്ചതോറും നിരീക്ഷിക്കാനായി പേരാവൂർ MLA സണ്ണി ജോസഫ്, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിനോയ് കുര്യൻ, ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K. വേലായുധൻ, ആറളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP രാജേഷ്, വാർഡ് അംഗങ്ങൾ എന്നിവരെയും ഉദ്യോഗസ്ഥരെയും ഉൾപ്പെടുത്തി നിരീക്ഷണ സംവിധാനം ഉണ്ടാക്കും. വനം വകുപ്പ് റേഞ്ച് ഓഫീസർക്ക് ഇതിൽ ചുമതല നൽകും. ഈ സമിതി മാർച്ച് 1-ന് നിലവിൽ വരുമെന്നും മന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ പ്രഖ്യാപനങ്ങളൊന്നും നടന്നില്ലെങ്കിൽ വീണ്ടും തങ്ങൾ സമരമുഖത്തേക്കിറങ്ങും എന്നാണ് ഇപ്പോൾ ആറളത്തെ ജനങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.